കായംകുളം നഗരസഭയുടെ കീഴിലുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ മാനേജിംഗ് കമ്മിറ്റി രൂപീകരണം സംബന്ധിച്ച തീരുമാനം കൗൺസിലിൽ ഉണ്ടായെന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി പറഞ്ഞു. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞു. കായംകുളം നഗരസഭയുടെ പരിധിയിലുള്ള പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളിലെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൗൺസിലിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി പറഞ്ഞു. കായംകുളം മുനിസിപ്പാലിറ്റിയിൽ ഒരു കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. കൗൺസിൽ യോഗത്തിൽ കായംകുളം ഹോസ്പിറ്റലിൻ്റെ ആരോഗ്യ മേഖലയെ ബന്ധപ്പെട്ട് HMC രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകകണ്ഠമായ HMC രൂപീകരിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ചില തടസ്സങ്ങൾ അവിടെ വന്നതിന് ശേഷം പരമാവധി കുഴപ്പങ്ങളുണ്ടായി. അപ്പം ഭൂരിപക്ഷം നമ്മൾ നോക്കിയിട്ടാണ് അത് തീരുമാനിച്ചത്. ഇന്നത്തെ നഗരസഭാ യോഗത്തിൽ നഗരസഭയുടെ പരിധിയിലുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ താലൂക്ക് ആശുപത്രി, ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി തുടങ്ങിയ ദൈനംദിന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനായാണ് HMC കമ്മിറ്റികൾ രൂപീകരിച്ചത്. അപ്പോൾ HMC കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ ആശുപത്രികളുടെ പ്രവർത്തനം സുഗമപരമായി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. HMC സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും ആശുപത്രികളുടെയും പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സുഗമമായ നടത്തിപ്പ് മാത്രമാണ് നഗരസഭാ നേതൃത്വത്തിന്റെ ലക്ഷ്യമെന്നും വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ വ്യക്തമാക്കി. വൈസ് ചെയർപേഴ്സൺ അംബികയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.